വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാബേജ് റോൾസ് ആണ്. വളരെ ഈസിയായി നമുക്കത് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇപ്പോൾ ഞാൻ ക്യാബേജിൻ്റെ ആ ഉൾഭാഗത്തുള്ള അത് കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ക്യാബേജ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് ഇതിലേക്ക് ഇടാം. ഈ നമ്മൾ ഈ ഹോളുള്ള വശമുണ്ടല്ലോ അതിങ്ങനെ താഴേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറക്കാം. ഇനി നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും ക്യാബേജ് എടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാബേജ് വേവിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്യാബേജിൻ്റെ ഓരോ ലീഫും വേഗം വേർതിരിക്കാൻ പറ്റും കണ്ടോ. പച്ച ക്യാബേജ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റില്ല, മുറിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കിത് റോൾ ചെയ്യാനും സുഖമാണ് കണ്ടോ. എല്ലാം വേഗം വിട്ടു പോരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും അടർത്തിയെടുക്കാം. നമ്മൾ എല്ലാ ലീഫും എടുത്തു കഴിഞ്ഞു കേട്ടോ ക്യാബേജിൻ്റെ. ഇനി നമുക്ക് ഈ ക്യാബേജ് ലീഫിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാനൊരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്. അത് 2 എണ്ണം പുഴുങ്ങി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഉടച്ചെടുക്കാം. ഇനി ചൂടായ ഒരു കടായിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള മീഡിയം സൈസ് അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള നന്നായി വഴണ്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിടാം. അല്പം കറിവേപ്പില ചെറുതായി മുറിച്ചതും കൂടി ഇടാം. ഇപ്പോൾ സവാളയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ ഗരം മസാല. ഇപ്പോൾ മസാലകളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാം. നമ്മൾ മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, ഇതൊരു 1/2 കിലോ ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ 2 എണ്ണം, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഇത് അധികം നേരം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ വേവിച്ചതാണ്, പൊട്ടറ്റോ വേവിച്ചതാണ്, പിന്നെ മസാല മാത്രമേ മുരിയാനുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മളെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് അത് ഇതിലിടാത്തത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ക്യാബേജ് ലീഫ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് റോള് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് റോൾ ചെയ്യുമ്പോൾ കുറച്ച് സുഖമായിരിക്കും. ഇനി നമുക്ക് ക്യാബേജ് ലീഫ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിങ്ങോട്ട് ചേർത്ത് വെച്ച് ഇതിങ്ങനെ ഒന്ന് മടക്കാം. എന്നിട്ട് ഈ സൈഡ് ഇങ്ങോട്ടേക്കും മടക്കാം, ഈ സൈഡ് ഇങ്ങോട്ടേക്കും മടക്കിയിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യണം കണ്ടോ. ഇതേപോലെ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ബാക്കിയുള്ള ലീഫിലും ഇതേപോലെ തന്നെ വെച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചു. അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാത്രം വയ്ക്കാം. ഇതിൽ ഞാനൊരു വാഴല വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് റോൾസ് ഉണ്ടല്ലോ, അത് ഓരോന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ക്യാബേജ് റോൾസും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് തുറക്കാം. കണ്ടോ, നമ്മുടെ ക്യാബേജ് റോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് റോൾസ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.